നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, അൾട്ടിമേറ്റ് വിന്നറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. PSC പരീക്ഷകളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സിലബസാണ് പൊതുജനാരോഗ്യം. ഇന്നത്തെ നമ്മളുടെ വീഡിയോ പൊതുജനാരോഗ്യത്തിലെ കുറച്ച് കറണ്ട് അഫയേഴ്സും ബേസിക് കാര്യങ്ങളുമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം. ലോകാരോഗ്യ ദിനം എന്നാണ് ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം. 2024 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. അപ്പോൾ ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം. 2024 പ്രമേയം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. 2023 പ്രമേയം ആയിരുന്നു എല്ലാവർക്കും ആരോഗ്യം. അപ്പോൾ 2023 പ്രമേയം എന്തായിരുന്നു? എല്ലാവർക്കും ആരോഗ്യം. 2024 പ്രമേയം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. ലോകാരോഗ്യ സംഘടന 75ാം വാർഷികം ആഘോഷിച്ചത് 2023 ഏപ്രിൽ 7. 2023 ഏപ്രിൽ 7 ലോകാരോഗ്യ സംഘടന 75ാം വാർഷികം ആഘോഷിച്ചത്. ലോകാരോഗ്യ സംഘടന സ്ഥാപിതമായ വർഷം 1948 ഏപ്രിൽ 7. 1948 ഏപ്രിൽ 7 ലോകാരോഗ്യ സംഘടന സ്ഥാപിതമായത്. ആസ്ഥാനം ജനീവയാണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം. അപ്പം ആസ്ഥാനം എവിടെയാണ്? ജനീവയാണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം. നിലവിലെ ഡയറക്ടർ ജനറൽ ആരാണ്? ടെഡ്രോസ് അദാനോം ഗെബ്രിയേസസ്. എത്യോപ്യക്കാരനായ ടെഡ്രോസ് അദാനോം ഗെബ്രിയേസസ് ആണ് ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ. ടെഡ്രോസ് അദാനോം ഗെബ്രിയേസസ്. ടെഡ്രോസ് അദാനോം ഗെബ്രിയേസസ് ഏത് രാജ്യക്കാരനാണ്? എത്യോപ്യക്കാരനായ ടെഡ്രോസ് അദാനോം ഗെബ്രിയേസസ് ആണ് ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ. ലോകാരോഗ്യ സംഘടന വയോജന നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ ആദ്യ നഗരം കൊച്ചി. നമ്മുടെ കൊച്ചിയാണ് ലോകാരോഗ്യ സംഘടന വയോജന നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ ആദ്യ നഗരം. ഏതാണ്? കൊച്ചിയാണ് ലോകാരോഗ്യ സംഘടന വയോജന നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ ആദ്യ നഗരം. ദക്ഷിണേഷ്യയിലെ ആദ്യ നഗരം ഏതാണ്? കൊച്ചിയാണ് ലോകാരോഗ്യ സംഘടന വയോജന നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ ആദ്യത്തെ നഗരം. അപ്പോൾ ലോകാരോഗ്യ ദിനം എന്നാണ് ഏപ്രിൽ 7. പ്രമേയം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. 2024. 2023 പ്രമേയം എല്ലാവർക്കും ആരോഗ്യം. ലോകാരോഗ്യ സംഘടന 75ാം വാർഷികം ആഘോഷിച്ചതെന്നാണ് 2023 ഏപ്രിൽ 7. ലോകാരോഗ്യ സംഘടന സ്ഥാപിതമായതെന്നാണ് 1948 ഏപ്രിൽ 7. ആസ്ഥാനം എവിടെയാണ്? ജനീവ. ഡയറക്ടർ ജനറൽ ആരാണ്? ടെഡ്രോസ് അദാനോം ഗെബ്രിയേസസ്. ടെഡ്രോസ് അദാനോം ഗെബ്രിയേസസ് ഏത് രാജ്യക്കാരനാണ്? എത്യോപ്യക്കാരനാണ് ടെഡ്രോസ് അദാനോം ഗെബ്രിയേസസ്. ലോകാരോഗ്യ സംഘടന വയോജന നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ ആദ്യ നഗരമേതാണ്? കൊച്ചിയാണ്. സംസ്ഥാനത്ത് ജനസംഖ്യാധിഷ്ഠിത ജീവിതശൈലി രോഗനിർണയത്തിനായി ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ശൈലി ആപ്പ്. അപ്പോൾ സംസ്ഥാനത്ത് ജനസംഖ്യാധിഷ്ഠിത ജീവിതശൈലി രോഗനിർണയത്തിനായി ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ശൈലി ആപ്പ്. അപ്പോൾ ജീവിതശൈലി രോഗനിർണയത്തിന് ശൈലി ആപ്പ്, അത് കണക്ട് ചെയ്ത് പഠിക്കുക. സംസ്ഥാനത്ത് ജനസംഖ്യാധിഷ്ഠിത ജീവിതശൈലി രോഗനിർണയത്തിനായി ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ശൈലി ആപ്പ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ദേശീയ പൊതുജനാരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ദേശീയ പൊതുജനാരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. 70 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ആയുഷ്മാൻ ഭാരത് വഴി സൗജന്യ ചികിത്സാ പദ്ധതി ആരംഭിച്ചത് 2018 സെപ്റ്റംബർ 23. 2018 സെപ്റ്റംബർ 23 70 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ആയുഷ്മാൻ ഭാരത് വഴി സൗജന്യ ചികിത്സാ പദ്ധതി ആരംഭിച്ചത്.
ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഏതാണ്? ആയുഷ്മാൻ ഭാരത്. ആയുഷ്മാൻ ഭാരത്. അപ്പം ഇത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത്. ആയുഷ്മാൻ ഭാരത് ഒരു കുടുംബത്തിന് പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നു. അപ്പോൾ ആയുഷ്മാൻ ഭാരത് വഴി ഒരു കുടുംബത്തിന് പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നു. 70 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ആയുഷ്മാൻ ഭാരത് വഴി സൗജന്യ ചികിത്സാ പദ്ധതി ആരംഭിച്ചത് 2018 സെപ്റ്റംബർ 23. ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത്. ഒരു കുടുംബത്തിന് പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നു. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ജഗത് പ്രകാശ് നദ്ദ അല്ലെങ്കിൽ JP നദ്ദ. അപ്പോൾ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ആരാണ്? ജഗത് പ്രകാശ് നദ്ദ അല്ലെങ്കിൽ JP നദ്ദ. കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളുടെ പേരിനൊപ്പം ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് ചേർത്ത് പുനർനാമകരണം ചെയ്തു. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മുടെ എല്ലാ സംസ്ഥാനത്തെയും സർക്കാർ ആശുപത്രികളുടെ പേരിനൊപ്പം ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് ചേർത്ത് പുനർനാമകരണം ചെയ്തിട്ടുണ്ട്. രാജ്യത്തുടനീളം ഉള്ള മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനികളുടെ ക്ലെയിമുകൾ ഏകീകരിക്കാൻ ദേശീയ ആരോഗ്യ അതോറിറ്റിയുടെ കീഴിൽ വരുന്ന പോർട്ടലാണ് നാഷണൽ ഹെൽത്ത് ക്ലെയിം എക്സ്ചേഞ്ച്. വളരെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്. രാജ്യത്തുടനീളമുള്ള മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനികളുടെ ക്ലെയിമുകൾ ഏകീകരിക്കാനായിട്ട് ദേശീയ ആരോഗ്യ അതോറിറ്റിയുടെ കീഴിൽ വരുന്ന പോർട്ടലാണ് നാഷണൽ ഹെൽത്ത് ക്ലെയിം എക്സ്ചേഞ്ച്. നാഷണൽ ഹെൽത്ത് ക്ലെയിം എക്സ്ചേഞ്ച്. അപ്പോൾ നാഷണൽ ഹെൽത്ത് ക്ലെയിം എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? രാജ്യത്തുടനീളമുള്ള മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനികളുടെ ക്ലെയിമുകൾ ഏകീകരിക്കാനായി ദേശീയ ആരോഗ്യ അതോറിറ്റിയുടെ കീഴിൽ വരുന്ന പോർട്ടലാണ് നാഷണൽ ഹെൽത്ത് ക്ലെയിം എക്സ്ചേഞ്ച്. നിപ്പ പ്രതിരോധത്തിനായി കേരള 1 ഹെൽത്ത് സെൻറ്റർ ഫോർ നിപ്പ റിസർച്ച് സ്ഥാപിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. നിപ്പ പ്രതിരോധത്തിനായി കേരള 1 ഹെൽത്ത് സെൻറ്റർ ഫോർ നിപ്പ റിസർച്ച് സ്ഥാപിച്ചത് എവിടെയാണ്? കോഴിക്കോട് മെഡിക്കൽ കോളേജ്. കോഴിക്കോടാണ് നിപ്പ ആദ്യം റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അത് വെച്ച് കണക്ട് ചെയ്ത് പഠിക്കുക. നിപ്പ പ്രതിരോധത്തിനായി കേരള 1 ഹെൽത്ത് സെൻറ്റർ ഫോർ നിപ്പ റിസർച്ച് സ്ഥാപിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് ആർദ്രം ആരോഗ്യം. അപ്പോൾ ആർദ്രം ആരോഗ്യം എന്ന് പറഞ്ഞാൽ ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി ആർദ്രം ആരോഗ്യം. ആർദ്രം ആരോഗ്യം. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആർദ്രം ആരോഗ്യം. വിദ്യാലയങ്ങളെ ലഹരിമുക്തമാക്കാൻ ആരോഗ്യ വകുപ്പും ദേശീയ ആരോഗ്യ ദൗത്യവും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഉയിരെ. വിദ്യാലയങ്ങളെ ലഹരിമുക്തമാക്കാൻ ആരോഗ്യ വകുപ്പും ദേശീയ ആരോഗ്യ ദൗത്യവും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഉയരെ. ഉയരെ വളരെ ഇമ്പോർട്ടൻ്റ് പോയിന്റാണ്. വിദ്യാലയങ്ങളെ ലഹരിമുക്തമാക്കാൻ ആരോഗ്യ വകുപ്പും ദേശീയ ആരോഗ്യ ദൗത്യവും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഉയരെ. ഉയരെ. വിദ്യാലയങ്ങളെ ലഹരിമുക്തമാക്കാൻ ആരോഗ്യ വകുപ്പും ദേശീയ ആരോഗ്യ ദൗത്യവും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ഉയരെ. ഉയരെ. സംസ്ഥാനത്ത് ആദ്യമായി ജനിതക രോഗ ചികിത്സാ വിഭാഗം നിലവിൽ വരുന്നത് SAT ഹോസ്പിറ്റൽ തിരുവനന്തപുരം. സംസ്ഥാനത്ത് ആദ്യമായി ജനിതക രോഗ ചികിത്സാ വിഭാഗം നിലവിൽ വരുന്നത് SAT ഹോസ്പിറ്റൽ തിരുവനന്തപുരത്താണ്. അപ്പോൾ കേരളത്തിൽ ആദ്യമായി ജനിതക രോഗ ചികിത്സാ വിഭാഗം നിലവിൽ വരുന്നത് SAT ഹോസ്പിറ്റൽ തിരുവനന്തപുരം. രാജ്യത്ത് ആദ്യമായി ഏക ആരോഗ്യ പദ്ധതി നടപ്പാക്കിയത് കേരളമാണ്. രാജ്യത്ത് ആദ്യമായി ഏക ആരോഗ്യ പദ്ധതി നടപ്പിലാക്കിയത് ഏത് സംസ്ഥാനമാണ്? കേരളം. നമ്മുടെ സ്വന്തം കേരളമാണ് രാജ്യത്ത് ആദ്യമായി ഏക ആരോഗ്യ പദ്ധതി നടപ്പിലാക്കിയത്. മനുഷ്യൻ്റെ ആരോഗ്യത്തോടൊപ്പം മൃഗങ്ങളുടെയും പ്രകൃതിയുടെയും ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിന് പകർച്ചവ്യാധികളെ തടയുക എന്ന ലക്ഷ്യത്തോടെയുള്ള പദ്ധതിയാണ് ഏകാരോഗ്യ പദ്ധതി. അപ്പോൾ ഏകാരോഗ്യ പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യൻ്റെ ആരോഗ്യത്തോടൊപ്പം മൃഗങ്ങളുടെയും പ്രകൃതിയുടെയും ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിന്
പകർച്ചവ്യാധികളെ തടയുക എന്ന ലക്ഷ്യത്തോടെയുള്ള പദ്ധതിയാണ് ഏക ആരോഗ്യ പദ്ധതി. അപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ആർദ്രം ആരോഗ്യം. ആർദ്രം ആരോഗ്യം. വിദ്യാലയങ്ങളെ ലഹരിമുക്തമാക്കാൻ ആരോഗ്യ വകുപ്പും ദേശീയ ആരോഗ്യ ദൗത്യവും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ഉയരെ. സംസ്ഥാനത്ത് ആദ്യമായി ജനിതക രോഗ ചികിത്സാ വിഭാഗം നിലവിൽ വരുന്നത് SAT ഹോസ്പിറ്റൽ തിരുവനന്തപുരം. രാജ്യത്ത് ആദ്യമായി ഏക ആരോഗ്യ പദ്ധതി നടപ്പിലാക്കിയത് കേരളം. മനുഷ്യൻ്റെ ആരോഗ്യത്തോടൊപ്പം മൃഗങ്ങളുടെയും പ്രകൃതിയുടെയും ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിന് പകർച്ചവ്യാധികളെ തടയുക എന്ന ലക്ഷ്യത്തോടെയുള്ള പദ്ധതി ഏക ആരോഗ്യ പദ്ധതി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെയും വാർദ്ധക്യ സഹജമായ ജീവിതശൈലീ രോഗങ്ങളെയും ക്യാൻസർ, ഹൃദ്രോഗം, പ്രമേഹം തുടങ്ങിയ സാംക്രമികേതര രോഗങ്ങളെയും നേരിടാൻ ലോകബാങ്കിൻ്റെ സഹായത്തോടെ ആരംഭിക്കുന്ന പദ്ധതിയാണ് കേരള ഹെൽത്ത് സിസ്റ്റംസ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം. അപ്പോൾ കേരള ഹെൽത്ത് സിസ്റ്റംസ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെയും വാർദ്ധക്യ സഹജമായ ജീവിതശൈലീ രോഗങ്ങളെയും ക്യാൻസർ, ഹൃദ്രോഗം, പ്രമേഹം തുടങ്ങിയ സാംക്രമികേതര രോഗങ്ങളെയും നേരിടാൻ ലോകബാങ്കിൻ്റെ സഹായത്തോടെ ആരംഭിക്കുന്ന പദ്ധതിയാണ് കേരള ഹെൽത്ത് സിസ്റ്റംസ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം. കേരള ഹെൽത്ത് സിസ്റ്റംസ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം. പസഫിക് സമുദ്രത്തിലെ മരിയാന ട്രെഞ്ചിൽ നിന്നും ചൈനീസ് ഗവേഷകർ കണ്ടെത്തിയ വൈറസാണ് HMEY H907. അപ്പോൾ പസഫിക് സമുദ്രത്തിലെ മരിയാന ട്രെഞ്ചിൽ നിന്നും ചൈനീസ് ഗവേഷകർ കണ്ടെത്തിയ വൈറസ് ഏതാണ്? HMEY H907. അടുത്തിടെ ബഹിരാകാശ നിലയത്തിൽ സ്ഥിരീകരിച്ച മനുഷ്യൻ്റെ ശ്വസന വ്യവസ്ഥയെ ബാധിക്കുന്ന ബാക്ടീരിയ എൻറ്ററോബാക്ടർ ബുഗാണ്ടനിസ്. എൻറ്ററോബാക്ടർ ബുഗാണ്ടനിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. അടുത്തിടെ ബഹിരാകാശ നിലയത്തിൽ സ്ഥിരീകരിച്ച മനുഷ്യൻ്റെ ശ്വസന വ്യവസ്ഥയെ ബാധിക്കുന്ന ബാക്ടീരിയ ഏതാണ്? എൻറ്ററോബാക്ടർ ബുഗാണ്ടനിസ്. എൻറ്ററോബാക്ടർ ബുഗാണ്ടനിസ് ആണ് അടുത്തിടെ ബഹിരാകാശ നിലയത്തിൽ സ്ഥിരീകരിച്ച മനുഷ്യൻ്റെ ശ്വസന വ്യവസ്ഥയെ ബാധിക്കുന്ന ബാക്ടീരിയ. 2024 ഫെബ്രുവരിയിൽ വയനാട്ടിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം സസ്യ ഫംഗസ് ഗോംബസ് സാമൂരിനോറം. അപ്പോൾ 2024 ഫെബ്രുവരിയിൽ വയനാട്ടിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം സസ്യ ഫംഗസാണ് ഗോംബസ് സാമൂരിനോറം. ഗോംബസ് സാമൂരിനോറം പലതവണ പറഞ്ഞു പഠിച്ചോളുക, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ്. 2024 ഫെബ്രുവരിയിൽ വയനാട്ടിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം സസ്യ ഫംഗസാണ് ഗോംബസ് സാമൂരിനോറം. ഗോംബസ് സാമൂരിനോറം. അപ്പോൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെയും വാർദ്ധക്യ സഹജമായ ജീവിതശൈലീ രോഗങ്ങളെയും ക്യാൻസർ, ഹൃദ്രോഗം, പ്രമേഹം തുടങ്ങിയ സാംക്രമികേതര രോഗങ്ങളെയും നേരിടാൻ ലോകബാങ്കിൻ്റെ സഹായത്തോടെ ആരംഭിക്കുന്ന പദ്ധതിയാണ് കേരള ഹെൽത്ത് സിസ്റ്റംസ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം. പസഫിക് സമുദ്രത്തിലെ മരിയാന ട്രെഞ്ചിൽ നിന്നും ചൈനീസ് ഗവേഷകർ കണ്ടെത്തിയ വൈറസാണ് HMEY H907. അടുത്തിടെ ബഹിരാകാശ നിലയത്തിൽ സ്ഥിരീകരിച്ച മനുഷ്യൻ്റെ ശ്വസന വ്യവസ്ഥയെ ബാധിക്കുന്ന ബാക്ടീരിയയാണ് എൻറ്ററോബാക്ടർ ബുഗാണ്ടനിസ്. എൻറ്ററോബാക്ടർ ബുഗാണ്ടനിസ്. 2024 ഫെബ്രുവരിയിൽ വയനാട്ടിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം സസ്യഫംഗസാണ് ഗോംബസ് സാമൂരിനോറം. ഗോംബസ് സാമൂരിനോറം. 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ. 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. അപ്പോൾ 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതി ഏതാണ്? കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. ദരിദ്രരായ കുടുംബങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ ചികിത്സയ്ക്കായി കൊടുക്കുന്ന ആരോഗ്യ സംരക്ഷണ പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. അപ്പോൾ ദരിദ്രരായ കുടുംബങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ ചികിത്സയ്ക്കായി കൊടുക്കുന്ന ആരോഗ്യ സംരക്ഷണ പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. 2 പ്രാവശ്യം പറഞ്ഞു പഠിക്കുക. ദരിദ്രരായ കുടുംബങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ ചികിത്സയ്ക്കായി കൊടുക്കുന്ന ആരോഗ്യ സംരക്ഷണ പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. രാജ്യത്ത്
ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ആരോഗ്യ മന്ഥൻ പുരസ്കാരം 2023 ലഭിച്ചതാർക്കാണ്? കേരളത്തിന്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ആരോഗ്യ മന്ഥൻ പുരസ്കാരം 2023 ലഭിച്ചത് കേരളത്തിനാണ്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ആരോഗ്യ മന്ഥൻ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? കേരളത്തിനാണ്. പദ്ധതി ഗുണഭോക്താക്കളായ കാഴ്ച പരിമിതർക്ക് ലഭ്യമാക്കിയ സേവനങ്ങൾക്കും മികവുറ്റ പ്രവർത്തനങ്ങൾ എന്നീ വിഭാഗത്തിലാണ് രണ്ടാമത് പുരസ്കാരം. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് ഈ അവാർഡ് നേടിക്കൊടുത്തത്. പദ്ധതി ഗുണഭോക്താക്കളായ കാഴ്ച പരിമിതർക്ക് ലഭ്യമാക്കിയ സേവനങ്ങൾക്കും മികവുറ്റ പ്രവർത്തനങ്ങൾ എന്നീ വിഭാഗത്തിലാണ് രണ്ടാമത് പുരസ്കാരം ലഭിച്ചത്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് അവാർഡ് നേടിക്കൊടുത്തത്. അപ്പോൾ 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. ദരിദ്രരായ കുടുംബങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ ചികിത്സയ്ക്കായി കൊടുക്കുന്ന ആരോഗ്യ സംരക്ഷണ പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. രാജ്യത്തെ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ആരോഗ്യ മന്ഥൻ പുരസ്കാരം 2023 ലഭിച്ചത് കേരളത്തിന്. പദ്ധതി ഗുണഭോക്താക്കളായ കാഴ്ച പരിമിതർക്ക് ലഭ്യമാക്കിയ സേവനങ്ങൾക്കും മികവുറ്റ പ്രവർത്തനങ്ങൾ എന്നീ വിഭാഗത്തിലാണ് രണ്ടാമത് പുരസ്കാരം ലഭിച്ചത്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് അവാർഡ് നേടിക്കൊടുത്തത്. ലോക കുഷ്ഠരോഗ ദിനം അല്ലെങ്കിൽ കുഷ്ഠരോഗ നിർമ്മാർജ്ജന ദിനം എന്നാണ് ജനുവരിയിലെ അവസാനത്തെ ഞായർ. അപ്പോൾ ലോക കുഷ്ഠരോഗ ദിനം അല്ലെങ്കിൽ കുഷ്ഠരോഗ നിർമ്മാർജ്ജന ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരിയിലെ അവസാനത്തെ ഞായറാണ്. 2024 ലോക കുഷ്ഠരോഗ ദിനത്തിൻ്റെ പ്രമേയം കുഷ്ഠരോഗത്തെ തോൽപ്പിക്കുക. 2024 ലോക കുഷ്ഠരോഗ ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? കുഷ്ഠരോഗത്തെ തോൽപ്പിക്കുക. ലോക കുഷ്ഠരോഗ ദിനം എന്നാണെന്നാണ് പറഞ്ഞത്? ജനുവരിയിലെ അവസാനത്തെ ഞായറാണ്. ജനുവരിയിലെ അവസാനത്തെ ഞായറാണ് ലോക കുഷ്ഠരോഗ ദിനമായും ലോക കുഷ്ഠരോഗ നിർമ്മാർജ്ജന ദിനമായും ആചരിക്കുന്നത്. ഇന്ത്യയിൽ കുഷ്ഠരോഗ ദിനം ആചരിക്കുന്നത് ജനുവരി 30. ഇന്ത്യയിൽ കുഷ്ഠരോഗ ദിനം ആചരിക്കുന്നത് എന്നാണ്? ജനുവരി 30. ജനുവരി 30 ഇന്ത്യയിൽ കുഷ്ഠരോഗ ദിനം ആചരിക്കുന്നത്. സസ്യങ്ങളെ ബാധിക്കുന്ന ഫംഗസ് ലോകത്താദ്യമായി മനുഷ്യരിൽ സ്ഥിരീകരിച്ചത് എവിടെയാണ്? കൊൽക്കത്തയിലാണ് സസ്യങ്ങളെ ബാധിക്കുന്ന ഫംഗസ് ലോകത്താദ്യമായി മനുഷ്യരിൽ സ്ഥിരീകരിച്ചത്. കൊൽക്കത്തയിലാണ് സസ്യങ്ങളെ ബാധിക്കുന്ന ഫംഗസ് ലോകത്താദ്യമായി മനുഷ്യരിൽ സ്ഥിരീകരിച്ചത്. സസ്യങ്ങളിൽ വെള്ളിയില ബാധ സൃഷ്ടിക്കുന്ന കോൺട്രോസ്റ്റീരിയം പുർപ്യുറിയം എന്ന ഫംഗസാണ് മനുഷ്യനിൽ കണ്ടെത്തിയത്. അപ്പോൾ സസ്യങ്ങളിൽ വെള്ളിയില ബാധ സൃഷ്ടിക്കുന്ന കോൺട്രോസ്റ്റീരിയം പുർപ്യുറിയം എന്ന ഫംഗസാണ് മനുഷ്യനിൽ കണ്ടെത്തിയത്. മാരക രോഗങ്ങളുടെ പരിഗണനാ പട്ടികയിൽ ലോകാരോഗ്യ സംഘടന ഉൾപ്പെടുത്തിയ മഹാമാരിയാണ് ഡിസീസ് എക്സ്. മാരക രോഗങ്ങളുടെ പരിഗണനാ പട്ടികയിൽ ലോകാരോഗ്യ സംഘടന ഉൾപ്പെടുത്തിയ പുതിയ മഹാമാരിയാണ് ഡിസീസ് എക്സ് ആണ് മാരക രോഗങ്ങളുടെ പരിഗണനാ പട്ടികയിൽ ലോകാരോഗ്യ സംഘടന ഉൾപ്പെടുത്തിയ പുതിയ മഹാമാരി ഡിസീസ് എക്സ്. അപ്പോൾ ലോക കുഷ്ഠരോഗ ദിനം അല്ലെ കുഷ്ഠരോഗ നിർമ്മാർജ്ജന ദിനം എന്നാണ് ജനുവരിയിലെ അവസാന ഞായർ. 2024 ലോക കുഷ്ഠരോഗ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? കുഷ്ഠരോഗത്തെ തോൽപ്പിക്കുക. ഇന്ത്യയിൽ കുഷ്ഠരോഗ ദിനം ആചരിക്കുന്നത് ജനുവരി 30. സസ്യങ്ങളെ ബാധിക്കുന്ന ഫംഗസ് ലോകത്താദ്യമായി മനുഷ്യരിൽ സ്ഥിരീകരിച്ചത് എവിടെയാണ്? കൊൽക്കത്തയിൽ. സസ്യങ്ങളിൽ വെള്ളിയില ബാധ സൃഷ്ടിക്കുന്ന കോൺട്രോസ്റ്റോറിയം പുർപ്യുറിയം എന്ന ഫംഗസാണ് മനുഷ്യനിൽ കണ്ടെത്തിയത്. മാരക രോഗങ്ങളുടെ പരിഗണനാ പട്ടികയിൽ ലോകാരോഗ്യ സംഘടന ഉൾപ്പെടുത്തിയ മഹാമാരി ഡിസീസ് എക്സ്.
ഇന്ത്യയിൽ ആദ്യമായി അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് സാങ്കേതിക മാർഗരേഖ പുറത്തിറക്കുന്നത് കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് സാങ്കേതിക മാർഗരേഖ പുറത്തിറക്കുന്ന സംസ്ഥാനം. അമീബിക് മസ്തിഷ്ക ജ്വര പ്രതിരോധം, രോഗനിർണയം, ചികിത്സ എന്നിവ സംബന്ധിച്ച സാങ്കേതിക മാർഗരേഖയാണ് പുറത്തിറക്കിയത്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് സാങ്കേതിക മാർഗരേഖ പുറത്തിറക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. അമീബിക് മസ്തിഷ്ക ജ്വര പ്രതിരോധം, രോഗനിർണയം, ചികിത്സ എന്നിവ സംബന്ധിച്ച സാങ്കേതിക മാർഗരേഖയാണ് പുറത്തിറക്കിയത്. അമീബിക് മസ്തിഷ്ക ജ്വരം പ്രതിരോധം, രോഗനിർണയം, ചികിത്സ എന്നിവ സംബന്ധിച്ച സാങ്കേതിക മാർഗരേഖയാണ് പുറത്തിറക്കിയത്. രാജ്യത്ത് വാക്സിൻ കുത്തിവയ്പ് ഏകോപിപ്പിക്കുന്നതിന് വിവരങ്ങൾ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യുന്നതിനുള്ള പോർട്ടലാണ് യുവിൻ. യുവിൻ എന്നാൽ എന്താണ്? രാജ്യത്തെ വാക്സിൻ കുത്തിവയ്പ് ഏകോപിപ്പിക്കുന്നതിന് വിവരങ്ങൾ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യുന്നതിനുള്ള പോർട്ടലാണ് യുവിൻ. യുവിൻ എന്ന പോർട്ടലാണ് രാജ്യത്തെ വാക്സിൻ കുത്തിവയ്പ് ഏകോപിപ്പിക്കുന്നതിനും വിവരങ്ങൾ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യുന്നതിനും ഉള്ള പോർട്ടൽ യുവിൻ. ഗർഭാശയമുഖ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ എത്ര വയസ്സ് മുതലുള്ള കുട്ടികളിലാണ് കേന്ദ്ര സർക്കാർ വാക്സിനേഷൻ യജ്ഞം പ്രഖ്യാപിച്ചത്? 9 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള പെൺകുട്ടികൾക്ക്. അപ്പോൾ ഗർഭാശയമുഖ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ എത്ര വയസ്സ് മുതലുള്ള കുട്ടികളിലാണ് കേന്ദ്ര സർക്കാർ വാക്സിനേഷൻ യജ്ഞം പ്രഖ്യാപിച്ചത്? 9 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്. ഗർഭാശയമുഖ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ എത്ര വയസ്സ് മുതലുള്ള കുട്ടികളിലാണ് കേന്ദ്ര സർക്കാർ വാക്സിനേഷൻ യജ്ഞം പ്രഖ്യാപിച്ചത്? 9 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളിൽ. അടുത്തിടെ യൂറോപ്യൻ രാജ്യങ്ങളിൽ കണ്ടെത്തിയ തത്തകളിൽ നിന്നും മനുഷ്യരിലേക്ക് പടരുന്ന രോഗമാണ് സിറ്റാകോസിസ് പാരറ്റ് ഫീവർ. സിറ്റാകോസിസ് പാരറ്റ് ഫീവർ ആണ് അടുത്തിടെ യൂറോപ്യൻ രാജ്യങ്ങളിൽ കണ്ടെത്തിയ തത്തകളിൽ നിന്നും മനുഷ്യരിലേക്ക് പടരുന്ന രോഗം. അപ്പോൾ സിറ്റാകോസിസ് പാരറ്റ് ഫീവർ ആണ് അടുത്തിടെ യൂറോപ്യൻ രാജ്യങ്ങളിൽ കണ്ടെത്തിയ തത്തകളിൽ നിന്നും മനുഷ്യരിലേക്ക് പടരുന്ന രോഗം. ക്ലാമിഡോഫില സിറ്റക്കി എന്ന ബാക്ടീരിയയാണ് രോഗകാരി. അപ്പോൾ സിറ്റാകോക്കിസ് പാരറ്റ് ഫീവറിൻ്റെ കാരണക്കാരായ ബാക്ടീരിയസ് ഏതാണ്? ക്ലാമിഡോഫില സിറ്റക്കി എന്ന ബാക്ടീരിയയാണ് രോഗകാരി. ക്ലാമിഡോഫില സിറ്റക്കി. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് സാങ്കേതിക മാർഗരേഖ പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ്? കേരളം. അമീബിക് മസ്തിഷ്ക ജ്വര പ്രതിരോധം, രോഗനിർണയം, ചികിത്സ എന്നിവ സംബന്ധിച്ച സാങ്കേതിക മാർഗരേഖയാണ് കേരളം പുറത്തിറക്കിയത്. രാജ്യത്തെ വാക്സിൻ കുത്തിവയ്പ് ഏകോപിപ്പിക്കുന്നതിന് വിവരങ്ങൾ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യുന്നതിനുള്ള പോർട്ടൽ ഏതാണ്? യുവിൻ. ഗർഭാശയമുഖ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ എത്ര വയസ്സ് മുതലുള്ള കുട്ടികളിലാണ് കേന്ദ്ര സർക്കാർ വാക്സിനേഷൻ യജ്ഞം പ്രഖ്യാപിച്ചത്? 9 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള പെൺകുട്ടികളിൽ. അടുത്തിടെ യൂറോപ്യൻ രാജ്യങ്ങളിൽ കണ്ടെത്തിയ തത്തകളിൽ നിന്നും മനുഷ്യരിലേക്ക് പടരുന്ന രോഗം ഏതാണ്? സിറ്റാകോസിസ് പാരറ്റ് ഫീവർ. ക്ലാമിഡോഫില സിറ്റക്കി എന്ന ബാക്ടീരിയയാണ് രോഗകാരി. ക്ലാമിഡോഫില സിറ്റക്കി എന്ന ബാക്ടീരിയയാണ് രോഗകാരി. 2024 ജൂലൈയിൽ ചാന്ദിപുര വൈറസ് ബാധ മൂലം മരണം സ്ഥിരീകരിച്ചത് ഗുജറാത്തിലാണ്. 2024 ജൂലൈയിൽ ചാന്ദിപുര വൈറസ് ബാധ മൂലം മരണം സ്ഥിരീകരിച്ചത് എവിടെയാണ്? ഗുജറാത്തിൽ. വൈറസ് ആദ്യമായി കണ്ടെത്തിയത് മഹാരാഷ്ട്രയിലെ ചാന്ദിപുര ഗ്രാമത്തിലാണ്. അതുകൊണ്ടാണ് ഇതിന് ചാന്ദിപുര വൈറസ് എന്ന പേര് നൽകിയിരിക്കുന്നത്. 2024 ജൂലൈയിൽ ചാന്ദിപുര വൈറസ് ബാധ മൂലം മരണം സ്ഥിരീകരിച്ചത് എവിടെയാണ്? ഗുജറാത്തിലാണ്. വൈറസ് വാഹകരാരാണ്? ഈച്ചയും കൊതുകുമാണ്. അപ്പോൾ 2024 ജൂലൈയിൽ ചാന്ദിപുര വൈറസ് ബാധ മൂലം മരണം സ്ഥിരീകരിച്ചത് ഗുജറാത്തിലാണ്. വൈറസ് ആദ്യമായി കണ്ടെത്തിയത് മഹാരാഷ്ട്രയിലെ ചാന്ദിപുര ഗ്രാമത്തിലാണ്. വൈറസ് വാഹകർ ഈച്ചയും കൊതുകുമാണ്. 2024 മെയ്യിൽ കേരളത്തിൽ വെസ്റ്റ് നൈൽ പനി സ്ഥിരീകരിച്ചത് മലപ്പുറം, കോഴിക്കോട്, തൃശ്ശൂർ ജില്ലകളിൽ. അപ്പോൾ 2024 മെയ്യിൽ കേരളത്തിൽ വെസ്റ്റ് നൈൽ പനി സ്ഥിരീകരിച്ചത് എവിടെയാണ്? മലപ്പുറം, കോഴിക്കോട്, തൃശ്ശൂർ ജില്ലകളിലാണ് വെസ്റ്റ് നൈൽ പനി സ്ഥിരീകരിച്ചത്. വെസ്റ്റ് നൈൽ പനിയുടെ രോഗകാരി എന്താണ്? വെസ്റ്റ് നൈൽ വൈറസ്. ഇത് പരത്തുന്നതാരാണ്? ക്യൂലക്സ് കൊതുകുകൾ വഴിയാണ് വെസ്റ്റ് നൈൽ പനി പടരുന്നത്. ക്യൂലക്സ് കൊതുകുകൾ വഴിയാണ് വെസ്റ്റ് നൈൽ പനി
പകരുന്നത്. 2024 മെയ്യിൽ കേരളത്തിൽ വെസ്റ്റ് നൈൽ പനി സ്ഥിരീകരിച്ചത് എവിടെയാണ്? മലപ്പുറം, കോഴിക്കോട്, തൃശ്ശൂർ ഈ 3 ജില്ലകളിലാണ് 2024 മെയ്യിൽ വെസ്റ്റ് നൈൽ പനി സ്ഥിരീകരിച്ചത്. അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം. 2024 ജൂലൈയിൽ ചാന്ദിപുര വൈറസ് ബാധ മൂലം മരണം സ്ഥിരീകരിച്ചത് ഗുജറാത്തിലാണ്. വൈറസ് ആദ്യമായി കണ്ടെത്തിയത് മഹാരാഷ്ട്രയിലെ ചാന്ദിപുര ഗ്രാമത്തിലാണ്. വൈറസ് വാഹകർ ഈച്ചയും കൊതുകുമാണ്. 2024 മെയ്യിൽ കേരളത്തിൽ വെസ്റ്റ് നൈൽ പനി സ്ഥിരീകരിച്ചത് മലപ്പുറം, കോഴിക്കോട്, തൃശ്ശൂർ ജില്ലകളിലാണ്. വെസ്റ്റ് നൈലിൻ്റെ രോഗകാരി വെസ്റ്റ് നൈൽ വൈറസാണ്. ഇത് പരത്തുന്നത് ക്യൂലക്സ് കൊതുകുകൾ വഴിയാണ്. 2024 മാർച്ചിൽ എറണാകുളം ജില്ലയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത അപൂർവ രോഗം ലൈം രോഗം. 2024 മാർച്ചിൽ എറണാകുളം ജില്ലയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത അപൂർവ രോഗം ഏതാണ്? ലൈം രോഗം. ബോറേലിയ ബർഗ്ഡോർഫെറി എന്ന ബാക്ടീരിയയാണ് രോഗകാരി. അപ്പോൾ ബോറേലിയ ബർഗ്ഡോർഫെറി എന്ന ബാക്ടീരിയയാണ് രോഗകാരി. പ്രത്യേകതരം ചെള്ളിൽ നിന്നുമാണ് ഇത് പകരുന്നത്. അപ്പോൾ 2024 മാർച്ചിൽ എറണാകുളം ജില്ലയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത അപൂർവ രോഗമാണ് ലൈം രോഗം. ബൊറേലിയ ബർഗ്ഡോർഫെറി എന്ന ബാക്ടീരിയയാണ് രോഗകാരി. പ്രത്യേകതരം ചെള്ളിൽ നിന്നും ഇത് പകരുന്നു. 2023 നവംബറിൽ വടക്കൻ ചൈനയിൽ കുട്ടികൾക്കിടയിൽ റിപ്പോർട്ട് ചെയ്ത വൈറസ് ബാധ H9N2. അപ്പോൾ 2023 നവംബറിൽ വടക്കൻ ചൈനയിൽ കുട്ടികൾക്കിടയിൽ റിപ്പോർട്ട് ചെയ്ത വൈറസ് ബാധയാണ് H9N2. 2023 സെപ്റ്റംബറിൽ നിപ വൈറസ് പനി റിപ്പോർട്ട് ചെയ്ത ജില്ല കോഴിക്കോട്. 2023 സെപ്റ്റംബറിൽ നിപ വൈറസ് പനി റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ്? കോഴിക്കോട് ജില്ലയാണ് 2023 സെപ്റ്റംബറിൽ നിപ വൈറസ് പനി റിപ്പോർട്ട് ചെയ്ത ജില്ല. അപ്പോൾ 2024 മാർച്ചിൽ എറണാകുളം ജില്ലയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത അപൂർവ രോഗം ഏതാണ്? ലൈം രോഗം. എന്തുമൂലമാണ് ഈ രോഗം ഉണ്ടാകുന്നത്? ബൊറേലിയ ബർഗ്ഡോർഫെറി എന്ന ബാക്ടീരിയ മൂലം. പ്രത്യേകതരം ചെള്ളിൽ നിന്നുമാണ് ഇത് പകരുന്നത്. 2023 നവംബറിൽ വടക്കൻ ചൈനയിൽ കുട്ടികൾക്കിടയിൽ റിപ്പോർട്ട് ചെയ്ത വൈറസ് ബാധയാണ് H9N2. 2023 സെപ്റ്റംബറിൽ നിപ വൈറസ് പനി റിപ്പോർട്ട് ചെയ്ത ജില്ലയാണ് കോഴിക്കോട് ജില്ല. 2023 ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്ത ഇൻഫ്ലുവൻസ വൈറസ് H3N2. 2023 ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്ത ഇൻഫ്ലുവൻസ വൈറസ് ആണ് H3N2 ആണ് 2023 ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്ത ഇൻഫ്ലുവൻസ വൈറസ്. H3N2 ഇൻഫ്ലുവൻസ അറിയപ്പെടുന്നത് ഹോങ്കോങ് ഫ്ലൂ എന്നാണ്. അപ്പോൾ H3N2 എന്ന ഇൻഫ്ലുവൻസ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഹോങ്കോങ് ഫ്ലൂ എന്നാണ്. ഹോങ്കോങ് ഫ്ലൂ പറഞ്ഞു പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. 2023 ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്ത ഇൻഫ്ലുവൻസ വൈറസ് ആണ് H3N2. H3N2 ഇൻഫ്ലുവൻസ അറിയപ്പെടുന്നത് ഹോങ്കോങ് ഫ്ലൂ എന്നാണ്. ലോകത്ത് ആദ്യമായി പക്ഷിപ്പനി H5N2 ബാധിച്ച് ലോകാരോഗ്യ സംഘടന മരണം സ്ഥിരീകരിച്ചത് മെക്സിക്കോയിലാണ്. ലോകത്താദ്യമായി പക്ഷിപ്പനി ബാധിച്ച് ലോകാരോഗ്യ സംഘടന മരണം സ്ഥിരീകരിച്ചത് എവിടെയാണ്? മെക്സിക്കോയിലാണ് ലോകത്താദ്യമായി പക്ഷിപ്പനി ബാധിച്ച് ലോകാരോഗ്യ സംഘടന മരണം സ്ഥിരീകരിച്ചത് മെക്സിക്കോ. H3N8 വൈറസ് വകഭേദം ബാധിച്ചിട്ടുള്ള ലോകത്തെ ആദ്യ മരണം സ്ഥിരീകരിച്ചത് ചൈനയിലാണ്. H3N8 വൈറസ് വകഭേദം ബാധിച്ചുള്ള ലോകത്തെ ആദ്യ മരണം സ്ഥിരീകരിച്ചത് എവിടെയാണ്? ചൈനയിലാണ്. കേരളത്തിൽ ആദ്യമായി സ്ഥിരീകരിച്ചത് 2011 ആലപ്പുഴ ജില്ലയിൽ. 2024 ഏപ്രിൽ റിപ്പോർട്ട് ചെയ്ത പക്ഷിപ്പനിയുടെ വകഭേദം H5N1. അപ്പോൾ 2024 ഏപ്രിലിൽ റിപ്പോർട്ട് ചെയ്ത പക്ഷിപ്പനിയുടെ വകഭേദമാണ് H5N1. അപ്പോൾ കേരളത്തിൽ ആദ്യമായി പക്ഷിപ്പനി സ്ഥിരീകരിച്ചത് എന്നാണ്? 2011 ആലപ്പുഴ ജില്ലയിലാണ്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. 2023 ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്ത ഇൻഫ്ലുവൻസ വൈറസാണ് H3N2. H3N2 ഇൻഫ്ലുവൻസ അറിയപ്പെടുന്നത് ഹോങ്കോങ് ഫ്ലൂ എന്നാണ്. ലോകത്ത് ആദ്യമായി പക്ഷിപ്പനി ബാധിച്ച് ലോകാരോഗ്യ സംഘടന മരണം സ്ഥിരീകരിച്ചത് മെക്സിക്കോയിലാണ്. H3N8
വൈറസ് വകഭേദം ബാധിച്ചുള്ള ലോകത്തെ ആദ്യ മരണം സ്ഥിരീകരിച്ചത് ചൈനയിലാണ്. കേരളത്തിൽ ആദ്യമായി സ്ഥിരീകരിച്ചത് 2011 ആലപ്പുഴയിലാണ്. 2024 ഏപ്രിലിൽ റിപ്പോർട്ട് ചെയ്ത പക്ഷിപ്പനിയുടെ വകഭേദമാണ് H5N1. 2024 ജപ്പാനിൽ റിപ്പോർട്ട് ചെയ്ത ബാക്ടീരിയ അണുബാധ രോഗമേതാണ്? സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം. അപ്പോൾ 2024 ജപ്പാനിൽ റിപ്പോർട്ട് ചെയ്ത ബാക്ടീരിയ അണുബാധ രോഗമാണ് സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം. സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം മാംസം ഭക്ഷിക്കുന്ന രോഗം എന്നും അറിയപ്പെട്ടു. അപ്പോൾ എന്താണ് മാംസം ഭക്ഷിക്കുന്ന രോഗം എന്ന് അറിയപ്പെട്ടു. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ഡോക്ടർമാരൊക്കെ നമ്മളെ ഒരുപാട് പേടിപ്പിച്ച ഒരു രോഗമാണിത്. 2024 ജപ്പാനിൽ റിപ്പോർട്ട് ചെയ്ത ബാക്ടീരിയ അണുബാധ രോഗമാണ് സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം. അപ്പോൾ സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം എന്തെന്നറിയപ്പെടുന്നു? മാംസം ഭക്ഷിക്കുന്ന രോഗം എന്നും അറിയപ്പെടുന്നു. 2024 ജൂലൈ നിപ്പ മരണം റിപ്പോർട്ട് ചെയ്ത ജില്ല മലപ്പുറം. 2024 ജൂലൈയിൽ നിപ്പ മരണം റിപ്പോർട്ട് ചെയ്ത ജില്ലയാണ് മലപ്പുറം. നിപ്പ വൈറസിൻ്റെ 3 ജീനുകൾ ജനിതക എഞ്ചിനീയറിംഗ് വഴി സംയോജിപ്പിച്ച് രാജ്യത്താദ്യമായി രോഗവ്യാപന ശേഷിയില്ലാത്ത നിപ്പ വൈറസ് കണങ്ങൾ സൃഷ്ടിച്ചത് തിരുവനന്തപുരം തോന്നയ്ക്കലിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിയിലെ ശാസ്ത്രജ്ഞരാണ്. അപ്പോൾ നിപ്പ വൈറസിൻ്റെ 3 ജീനുകൾ ജനിതക എഞ്ചിനീയറിംഗ് വഴി സംയോജിപ്പിച്ച് രാജ്യത്താദ്യമായി രോഗവ്യാപന ശേഷിയില്ലാത്ത നിപ്പ വൈറസ് കണങ്ങൾ സൃഷ്ടിച്ചത് ആരാണ്? തിരുവനന്തപുരം തോന്നയ്ക്കലിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിയിലെ ശാസ്ത്രജ്ഞന്മാരാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, 2024 ജപ്പാനിൽ റിപ്പോർട്ട് ചെയ്ത ബാക്ടീരിയ അണുബാധ രോഗമാണ് സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം. സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം ഇത് മാംസം ഭക്ഷിക്കുന്ന രോഗമെന്നും അറിയപ്പെടുന്നു. 2024 ജൂലൈയിൽ നിപ്പ മരണം റിപ്പോർട്ട് ചെയ്ത ജില്ലയാണ് മലപ്പുറം. നിപ്പ വൈറസിൻ്റെ 3 ജീനുകൾ ജനിതക എഞ്ചിനീയറിംഗ് വഴി സംയോജിപ്പിച്ച് രാജ്യത്ത് ആദ്യമായി രോഗവ്യാപന ശേഷിയില്ലാത്ത നിപ്പ വൈറസ് കണങ്ങൾ സൃഷ്ടിച്ചത് തിരുവനന്തപുരം തോന്നയ്ക്കലിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിയിലെ ശാസ്ത്രജ്ഞന്മാരാണ്. നമുക്കിനി അമീബിക് മസ്തിഷ്ക ജ്വരത്തെക്കുറിച്ച് ഒന്ന് നോക്കാം. രോഗകാരി നെഗ്ലേറിയ ഫൗലേറി വിഭാഗത്തിൽപ്പെട്ട അമീബയാണ്. നെഗ്ലേറിയ ഫൗലേറി വിഭാഗത്തിൽപ്പെട്ട അമീബയാണ് അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണം. ബാധിക്കുന്ന അവയവമേതാണ്? അതെ, മസ്തിഷ്ക ജ്വരം മസ്തിഷ്കത്തെയാണ് ബാധിക്കുന്നത്. രോഗം പകരുന്നത് വെള്ളത്തിൽ നിന്ന് മൂക്കിലൂടെ കയറുന്നു. രോഗം പകരുന്നത് എങ്ങനെയാണ്? വെള്ളത്തിൽ നിന്നും മൂക്കിലൂടെ കയറുന്നു. മറ്റൊരാളിലേക്ക് ഈ രോഗം പകരില്ല. കേരളത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? 2016 ആലപ്പുഴ ജില്ലയിലാണ്. അപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിക്കുന്ന അവയവമേതാണ്? മസ്തിഷ്കം. രോഗകാരി ഏതാണ്? നെഗ്ലേറിയ ഫൗലേറി വിഭാഗത്തിൽപ്പെട്ട അമീബയാണ്. രോഗം പകരുന്നത് ഇതുവഴിയാണ്? വെള്ളത്തിൽ നിന്നും മൂക്കിലൂടെ കയറുന്നു. മറ്റൊരാളിലേക്ക് രോഗം പകരില്ല. കേരളത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് 2016 ആലപ്പുഴയിലാണ്. രാജ്യത്താദ്യമായി 2024 ജൂലൈയിൽ കോഴിക്കോട് മേലാടി സ്വദേശിയായ കുട്ടിയിലെ അമീബിക് മസ്തിഷ്ക ജ്വരം ഭേദമാക്കിയിരുന്നു. അപ്പോൾ രാജ്യത്ത് ആദ്യമായി 2024 ജൂലൈയിൽ കോഴിക്കോട് മേലടി സ്വദേശിയായ കുട്ടിയിലെ അമീബിക് മസ്തിഷ്ക ജ്വരം ഭേദമാക്കിയിരുന്നു. എവിടെയാണ് കുട്ടിക്ക് ട്രീറ്റ്മെൻറ്റ് നൽകിയത്? കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ. ജർമ്മനിയിൽ നിന്ന് മരുന്നെത്തിച്ചാണ് ചികിത്സ നടത്തിയത്. ജർമ്മനിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന മിൽറ്റേഫോസിൻ മരുന്നാണ് പ്രധാനമായും രോഗം പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ജർമ്മനിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന മിൽറ്റേഫോസിൻ എന്ന മരുന്നാണ് അമീബിക് മസ്തിഷ്ക ജ്വരം പ്രതിരോധിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ആംഫോടെറിൻ ബി, അസിത്രോമൈസിൻ, ഫ്ലൂക്കോണസോൾ, റിഫാംപിൻ, മിൽറ്റേഫോസിൻ, ഡെക്സാമെഥാസോൺ എന്നീ മരുന്നുകളാണ് ഈ രോഗത്തിനെതിരെ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നത്. അപ്പോൾ ആംഫോടെറിസിൻ ബി, അസിത്രോമൈസിൻ, ഫ്ലൂക്കോണസോൾ, റിഫാംപിൻ, മിൽറ്റേഫോസിൻ,
ഡെക്സമെതാസോൺ എന്നീ മരുന്നുകളാണ് ഈ രോഗത്തിനെതിരെ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നത്. ലോക പ്രതിരോധ കുത്തിവയ്പ് വാരം എന്നാണ് ഏപ്രിൽ 24 മുതൽ 30 വരെ ലോക പ്രതിരോധ കുത്തിവയ്പ് വാരം ആചരിക്കുന്നതെന്നാണ് ഏപ്രിൽ 24 മുതൽ 30 വരെ. ഏപ്രിൽ 24 മുതൽ 30 വരെയാണ് ലോക പ്രതിരോധ കുത്തിവയ്പ് വാരം ആചരിക്കുന്നത്. മൂക്കിലൂടെ നൽകുന്ന ലോകത്തിലെ ആദ്യത്തെ കോവിഡ് വാക്സിൻ പുറത്തിറക്കിയത് ഇന്ത്യയാണ്. മൂക്കിലൂടെ നൽകുന്ന രാജ്യത്തെ ആദ്യത്തെ കോവിഡ് വാക്സിൻ പുറത്തിറക്കിയത്. ഭാരത് ബയോടെക് വികസിപ്പിച്ച മൂക്കിലൂടെ നൽകുന്ന തദ്ദേശ കോവിഡ് പ്രതിരോധ വാക്സിനാണ് ഇൻകോവാക്. അപ്പോൾ ഭാരത് ബയോടെക് വികസിപ്പിച്ച മൂക്കിലൂടെ നൽകുന്ന തദ്ദേശ കോവിഡ് പ്രതിരോധ വാക്സിൻ ഏതാണ്? ഇൻകോവാക്സ്. മൂക്കിലൂടെ നൽകുന്ന ലോകത്തിലെ ആദ്യത്തെ കോവിഡ് വാക്സിൻ പുറത്തിറക്കിയത് ആരാണ്? ഇന്ത്യയാണ്. ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ R21 മെട്രിക്സ് എം വാക്സിൻ ഏതു രോഗത്തിനെതിരെയുള്ളതാണ്? മലേറിയക്കെതിരെയുള്ള വാക്സിനാണ് R21 മെട്രിക്സ് എം വാക്സിൻ. ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ R21 മെട്രിക്സ് എം വാക്സിൻ ഏത് രോഗത്തിനെതിരെയുള്ളതാണ്? മലേറിയക്കെതിരെയുള്ള വാക്സിനാണ് R21 മെട്രിക്സ് എം. ജെന്നർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓക്സ്ഫോർഡ് സർവകലാശാലയും സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുമാണ് വാക്സിൻ വികസിപ്പിച്ചത്. അപ്പോൾ ആരൊക്കെയാണ്? ജെന്നർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓക്സ്ഫോർഡ് സർവകലാശാലയും സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുമാണ് ഈ വാക്സിൻ വികസിപ്പിച്ചത്. അപ്പോൾ മൂക്കിലൂടെ നൽകുന്ന ലോകത്തിലെ ആദ്യത്തെ കോവിഡ് വാക്സിൻ വികസിപ്പിച്ചത് ആരാണ്? ഇന്ത്യയാണ്. മൂക്കിലൂടെ നൽകുന്ന ലോകത്തിലെ ആദ്യത്തെ കോവിഡ് വാക്സിൻ പുറത്തിറക്കിയത് ഇന്ത്യയാണ്. ഭാരത് ബയോടെക് വികസിപ്പിച്ച മൂക്കിലൂടെ നൽകുന്ന തദ്ദേശ കോവിഡ് പ്രതിരോധ വാക്സിനാണ് ഇൻകോവാക്. ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ R21 മെട്രിക്സ് എം വാക്സിൻ ഏത് രോഗത്തിനെതിരെയുള്ളതാണ്? മലേറിയ. ജെന്നർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓക്സ്ഫോർഡ് സർവകലാശാലയും സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുമാണ് വാക്സിൻ വികസിപ്പിച്ചത്. 2023 നവംബറിൽ US-ൽ അനുമതി ലഭിച്ച ലോകത്തിലെ ആദ്യ ചിക്കൻ ഗുനിയ പ്രതിരോധ വാക്സിൻ ഏതാണ്? ഇക്സ്ചിക്ക് ആണ് 2023 നവംബറിൽ US-ൽ അനുമതി ലഭിച്ച ലോകത്തിലെ ആദ്യ ചിക്കുൻ ഗുനിയ പ്രതിരോധ വാക്സിൻ. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ ചിക്കുൻ ഗുനിയ പ്രതിരോധ വാക്സിൻ ഏതാണ്? ഇക്സ്ചിക്ക് ആണ് ലോകത്തിലെ ആദ്യത്തെ ചിക്കുൻ ഗുനിയ പ്രതിരോധ വാക്സിൻ. ഫ്രഞ്ച് കമ്പനിയായ വാൽനെവായ ആണ് ഇക്സ്ചിക്ക് പ്രതിരോധ വാക്സിൻ വികസിപ്പിച്ചത്. അപ്പോൾ ഇക്സ്ചിക്ക് പ്രതിരോധ വാക്സിൻ വികസിപ്പിച്ചത് ആരാണ്? ഫ്രഞ്ച് കമ്പനിയായ വാൽനെവായ ആണ് ഇക്സ്ചിക്ക് പ്രതിരോധ വാക്സിൻ വികസിപ്പിച്ചത്. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ, ചിക്കുൻ ഗുനിയ ബാധിക്കാൻ സാധ്യത ഏറെയുള്ളവർ എന്നിവർക്ക് ഒറ്റ ഡോസ് വാക്സിൻ ആണ് ഉപയോഗിക്കാൻ അനുമതി. അപ്പോൾ 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും ചിക്കുൻ ഗുനിയ ബാധിക്കാൻ സാധ്യത ഏറെ ഉള്ളവർക്കുമാണ് ഒറ്റ ഡോസ് വാക്സിൻ ഉപയോഗിക്കാൻ അനുമതി നൽകിയത്. VLA1553 എന്നായിരുന്നു ആദ്യ നാമം. ഇപ്പോഴത്തെ നാമം ഇക്സ്ചിക്ക് എന്നാണ് ഇപ്പോഴത്തെ നാമം. അപ്പോൾ 2023 നവംബറിൽ US-ൽ അനുമതി ലഭിച്ച ലോകത്തിലെ ആദ്യ ചിക്കുൻ ഗുനിയ പ്രതിരോധ വാക്സിനാണ് ഇക്സ്ചിക്ക്. ഫ്രഞ്ച് കമ്പനിയായ വാൽനെവായ ആണ് ഇക്സ്ചിക്ക് പ്രതിരോധ വാക്സിൻ വികസിപ്പിച്ചത്. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ, ചിക്കുൻ ഗുനിയ ബാധിക്കാൻ സാധ്യത ഏറെയുള്ളവർ എന്നിവർക്ക് ഒറ്റ ഡോസ് വാക്സിനാണ് ഉപയോഗിക്കാൻ അനുമതി നൽകിയത്. ഇതിൻ്റെ ആദ്യകാല നാമം VLA1553 എന്നായിരുന്നു. മലേറിയ രോഗത്തിനെതിരെ ലോകത്താദ്യമായി പതിവ് വാക്സിൻ പ്രോഗ്രാം ആരംഭിച്ച രാജ്യമേതാണ്? കാമറൂണാണ് മലേറിയ രോഗത്തിനെതിരെ ലോകത്താദ്യമായി പതിവ് വാക്സിൻ പ്രോഗ്രാം ആരംഭിച്ച രാജ്യം. അപ്പോൾ കാമറൂണാണ് മലേറിയ രോഗത്തിനെതിരെ ലോകത്താദ്യമായി പതിവ് വാക്സിൻ പ്രോഗ്രാം ആരംഭിച്ച രാജ്യം. അപ്പോൾ മലേറിയ രോഗത്തിനെതിരെ ലോകത്താദ്യമായി പതിവ് വാക്സിൻ പ്രോഗ്രാം ആരംഭിച്ച രാജ്യമേതാണ്? കാമറൂൺ. 2024 ജനുവരിയിൽ മലേറിയ മുക്ത രാജ്യമായി WHO പ്രഖ്യാപിച്ച മൂന്നാമത് ആഫ്രിക്കൻ രാജ്യമേതാണ്? കബോവെർഡെയാണ് 2024 ജനുവരിയിൽ മലേറിയ മുക്ത രാജ്യമായി WHO പ്രഖ്യാപിച്ചത്.
ഹെപ്പറ്റൈറ്റിസ് എ രോഗപ്രതിരോധത്തിനായി ആദ്യമായി ഇന്ത്യ വികസിപ്പിച്ച തദ്ദേശീയ വാക്സിനാണ് ഹെവിഷൂവർ. അപ്പോൾ ഹെവിഷൂവർ എന്തിനെതിരെയുള്ളതാണ്? ഹെപ്പറ്റൈറ്റിസ് എ രോഗപ്രതിരോധത്തിനായുള്ളതാണ്. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എ രോഗപ്രതിരോധത്തിനായി ഇന്ത്യ ആദ്യമായി വികസിപ്പിച്ച തദ്ദേശീയ വാക്സിനാണ് ഹെവിഷൂവർ. ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഇമ്മ്യൂണോളജിക്കൽ ലിമിറ്റഡ് എന്ന ബയോഫാർമ കമ്പനിയാണ് വാക്സിൻ വികസിപ്പിച്ചത്. അപ്പോൾ ഹെവിഷൂവർ വികസിപ്പിച്ചതാരാണ്? ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഇമ്മ്യൂണോളജിക്കൽ ലിമിറ്റഡ് എന്ന ബയോഫാർമ കമ്പനിയാണ് വാക്സിൻ വികസിപ്പിച്ചത്. 2024 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ മോളിക്യുലാർ ബയോഫിസിക്സ് യൂണിറ്റിലെ ഗവേഷക സംഘം വികസിപ്പിച്ച തദ്ദേശീയ കോവിഡ് വാക്സിനാണ് RS2. അപ്പോൾ 2024 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ മോളിക്യുലാർ ബയോഫിസിക്സ് യൂണിറ്റിലെ ഗവേഷക സംഘം വികസിപ്പിച്ച തദ്ദേശീയ കോവിഡ് വാക്സിനാണ് RS2. അപ്പോൾ RS2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2024 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ മോളിക്യുലാർ ബയോഫിസിക്സ് യൂണിറ്റിലെ ഗവേഷക സംഘം വികസിപ്പിച്ച തദ്ദേശീയ കോവിഡ് വാക്സിനാണ് RS2. അപ്പോൾ മലേറിയ രോഗത്തിനെതിരെ ലോകത്താദ്യമായി പതിവ് വാക്സിൻ പ്രോഗ്രാം ആരംഭിച്ച രാജ്യം കാമറൂൺ. 2024 ജനുവരിയിൽ മലേറിയ മുക്തമായി WHO പ്രഖ്യാപിച്ച മൂന്നാമത് ആഫ്രിക്കൻ രാജ്യം കാബോ വെർഡെ. ഹെപ്പറ്റൈറ്റിസ് എ രോഗപ്രതിരോധത്തിനായി ആദ്യമായി ഇന്ത്യ വികസിപ്പിച്ച തദ്ദേശീയ വാക്സിനാണ് ഹെവിഷൂവർ. ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഇമ്മ്യൂണോളജിക്കൽ ലിമിറ്റഡ് എന്ന ബയോഫാർമ കമ്പനിയാണ് വാക്സിൻ വികസിപ്പിച്ചത്. 2024 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ മോളിക്യുലാർ ബയോഫിസിക്സ് യൂണിറ്റിലെ ഗവേഷക സംഘം വികസിപ്പിച്ച തദ്ദേശീയ കോവിഡ് വാക്സിനാണ് RS2. ലെനാക്കാപവിർ മരുന്ന് ഏതു രോഗത്തിനെതിരെ ഉള്ളതാണ്? HIV-ക്കെതിരെ ഉള്ള മരുന്നാണ് ലെനാക്കാപവിർ. അപ്പോൾ ലെനാക്കാപവിർ മരുന്ന് ഏതു രോഗത്തിനെതിരെ ഉള്ളതാണ്? HIV. വർഷത്തിൽ 2 കുത്തിവയ്പ്പിലൂടെ HIV അണുബാധയിൽ നിന്ന് യുവതികൾക്ക് പൂർണ്ണ സുരക്ഷ ഒരുക്കും എന്നാണ് പരീക്ഷണ ഫലം. അപ്പോൾ വർഷത്തിൽ 2 കുത്തിവയ്പ്പിലൂടെ HIV അണുബാധയിൽ നിന്ന് യുവതികൾക്ക് പൂർണ്ണ സുരക്ഷ ഒരുക്കും എന്നാണ് പരീക്ഷണ ഫലം. ഗിലിയഡ് സയൻസ് എന്ന US കമ്പനിയാണ് നിർമ്മാതാക്കൾ. അപ്പോൾ ലെനാക്കാപവിറിൻ്റെ നിർമ്മാതാക്കൾ ആരാണ്? ഗിലിയഡ് സയൻസ് എന്ന US കമ്പനിയാണ്. 2024 ജൂലൈയിൽ ഉഗാണ്ട, ദക്ഷിണാഫ്രിക്ക രാജ്യങ്ങളിലായി പരീക്ഷണം നടത്തിയിരുന്നു. അപ്പോൾ 2024 ജൂലൈയിലാണ് ഉഗാണ്ടയിലും ദക്ഷിണാഫ്രിക്കയിലും ഇതിൻ്റെ പരീക്ഷണം നടത്തിയത്. സംസ്ഥാനത്ത് HIV ബാധ ഇല്ലാതാക്കാൻ ആരോഗ്യ വകുപ്പ് നടത്തുന്ന ക്യാമ്പയിനാണ് 1-0. വളരെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്. സംസ്ഥാനത്ത് HIV ബാധ ഇല്ലാതാക്കാൻ ആരോഗ്യ വകുപ്പ് നടത്തുന്ന ക്യാമ്പയിൻ ഏതാണ്? 1-0. അപ്പോൾ ലെനാക്കാപവിർ മരുന്ന് ഏതു രോഗത്തിനെതിരെ ഉള്ളതാണ്? HIV. വർഷത്തിൽ 2 കുത്തിവയ്പ്പിലൂടെ HIV അണുബാധയിൽ നിന്ന് യുവതികൾക്ക് പൂർണ്ണ സുരക്ഷ ഒരുക്കും എന്നാണ് പരീക്ഷണ ഫലം കണ്ടെത്തിയത്. ഗിലിയഡ് സയൻസ് എന്ന US കമ്പനിയാണ് ഇതിൻ്റെ നിർമ്മാതാക്കൾ. 2024 ജൂലൈയിൽ ഉഗാണ്ട, ദക്ഷിണാഫ്രിക്ക രാജ്യങ്ങളിലായി ഇതിൻ്റെ പരീക്ഷണം നടത്തിയിരുന്നു. സംസ്ഥാനത്ത് HIV ബാധ ഇല്ലാതാക്കാൻ ആരോഗ്യവകുപ്പ് നടത്തുന്ന ക്യാമ്പയിനാണ് 1-0. ശ്വാസകോശ അർബുദത്തിനെതിരെ ലങ് വാക്സ് എന്ന പേരിൽ ലോകത്തെ ആദ്യ പ്രതിരോധ വാക്സിൻ വികസിപ്പിക്കാൻ തയ്യാറാകുന്ന രാജ്യമാണ് ബ്രിട്ടനാണ്. ശ്വാസകോശാർബുദത്തിനെതിരെ ലങ് വാക്സ് എന്ന പേരിൽ ലോകത്തിലെ ആദ്യത്തെ പ്രതിരോധ വാക്സിൻ വികസിപ്പിക്കാൻ തയ്യാറാകുന്ന രാജ്യം ബ്രിട്ടൻ. സെർവിക്കൽ ക്യാൻസറിനുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് വാക്സിൻ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ അല്ലെങ്കിൽ HPV വാക്സിൻ. അപ്പോൾ സെർവിക്കൽ ക്യാൻസറിനെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് വാക്സിൻ ഏതാണ്? ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ അല്ലെങ്കിൽ HPV വാക്സിൻ. 5 മുതൽ 10 വരെ ക്ലാസ്സിലെ പെൺകുട്ടികൾ സെർവിക്കൽ ക്യാൻസർ പ്രതിരോധ വാക്സിൻ നൽകും. അപ്പോൾ 5 മുതൽ 10 വരെ ക്ലാസ്സിലെ പെൺകുട്ടികൾക്കാണ് സെർവിക്കൽ ക്യാൻസർ പ്രതിരോധ വാക്സിൻ നൽകുന്നത്. പൂനെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വികസിപ്പിച്ച HPV വാക്സിൻ സെർവാക് 2 ഡോസ് സൗജന്യമായി നൽകും. അപ്പോൾ പൂനെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഇത് വികസിപ്പിച്ചത്. HPV
വാക്സിൻ സെർവാക്ക് 2 ഡോസ് സൗജന്യമായി നൽകും. സെർവിക്കൽ ക്യാൻസർ വാക്സിൻ പദ്ധതി ആദ്യഘട്ടം ആലപ്പുഴയിലും വയനാട്ടിലുമാണ്. അപ്പോൾ സെർവിക്കൽ ക്യാൻസറിൻ്റെ ആദ്യ പദ്ധതി എവിടെയാണ്? വയനാട്ടിലും ആലപ്പുഴയിലുമാണ്. അപ്പോൾ ശ്വാസകോശാർബുദത്തിനെതിരെ ലങ് വാക്സ് എന്ന പേരിൽ ലോകത്തിലെ ആദ്യ പ്രതിരോധ വാക്സിൻ വികസിപ്പിക്കാൻ തയ്യാറാകുന്ന രാജ്യമാണ് ബ്രിട്ടൻ. സെർവിക്കൽ ക്യാൻസറിനുള്ള പ്രതിരോധ കുത്തിവയ്പ് വാക്സിൻ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ അല്ലെങ്കിൽ HPV വാക്സിൻ 5 മുതൽ 10 വരെ ക്ലാസ്സിലെ പെൺകുട്ടികൾക്കാണ് സെർവിക്കൽ ക്യാൻസർ പ്രതിരോധ വാക്സിൻ നൽകുന്നത്. പൂനെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വികസിപ്പിച്ച HPV വാക്സിൻ സെർവാക്ക് 2 ഡോസ് സൗജന്യമായി നൽകും. സെർവിക്കൽ ക്യാൻസർ വാക്സിൻ പദ്ധതി ആദ്യഘട്ടം ആലപ്പുഴയിലും വയനാട്ടിലും ആണ് നടക്കുന്നത്. 2024 മെനിഞ്ചൈറ്റിസിനെതിരെ നൈജീരിയ പുറത്തിറക്കിയ പുതിയ വാക്സിനാണ് MEN5CV. അപ്പോൾ MEN5CV എന്ന് പറഞ്ഞാൽ എന്താണ്? 2024 മെനിഞ്ചൈറ്റിസിനെതിരെ നൈജീരിയ പുറത്തിറക്കിയ പുതിയ വാക്സിനാണ് MEN5CV. 2024 മെനിഞ്ചൈറ്റിസിനെതിരെ നൈജീരിയ പുറത്തിറക്കിയ പുതിയ വാക്സിൻ ഏതാണ്? MEN5CV. ക്ഷയരോഗത്തിനെതിരായി ലോകത്താദ്യമായി മാനുഷിക സ്രോതസ്സിൽ നിന്നും വികസിപ്പിച്ച വാക്സിനാണ് MTB വാക്സ്. അപ്പോൾ ക്ഷയരോഗത്തിനെതിരായി ലോകത്താദ്യമായി മാനുഷിക സ്രോതസ്സിൽ നിന്നും വികസിപ്പിച്ച വാക്സിൻ ഏതാണ്? MTB വാക്ക്. ക്ഷയരോഗത്തിനെതിരായി ലോകത്താദ്യമായി മാനുഷിക സ്രോതസ്സിൽ നിന്നും വികസിപ്പിച്ച വാക്സിനാണ് MTB വാക്ക്. മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് വാക്സിൻ എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. 2024 മാർച്ചിൽ ഭാരത് ബയോടെക് ഇന്ത്യയിൽ MTB വാക്കിൻ്റെ ക്ലിനിക്കൽ പരീക്ഷണം ആരംഭിച്ചിരുന്നു. MTB വാക്ക് വികസിപ്പിച്ചത് ബയോഫാബ്രി. സ്പാനിഷ് നിർമ്മാണ കമ്പനിയായ ബയോഫാബ്രിയാണ് MTB വാക്ക് വികസിപ്പിച്ചത്. അപ്പോൾ 2024 മെനിഞ്ചൈറ്റിസിനെതിരെ നൈജീരിയ പുറത്തിറക്കിയ പുതിയ വാക്സിനാണ് MEN5CV. ക്ഷയരോഗത്തിനെതിരായി ലോകത്താദ്യമായി മാനുഷിക സ്രോതസ്സിൽ നിന്നും വികസിപ്പിച്ച വാക്സിനാണ് MTB വാക്ക്. 2024 മാർച്ചിൽ ഭാരത് ബയോടെക് ഇന്ത്യയിൽ MTB വാക്കിൻ്റെ ക്ലിനിക്കൽ പരീക്ഷണം ആരംഭിച്ചിരുന്നു. MTB വാക്ക് വികസിപ്പിച്ചത് ബയോഫാബ്രി എന്ന സ്പാനിഷ് നിർമ്മാണ കമ്പനിയാണ്. 2024 മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ പുരസ്കാരം ലഭിച്ചത് കേരളത്തിനാണ്. 2024 മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കേരളത്തിനാണ് 2024 മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ പുരസ്കാരം ലഭിച്ചത്. പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുമെന്ന വെളിപ്പെടുത്തലിന് പിന്നാലെ കോവിഡ് വാക്സിൻ കോവിഷീൽഡ് പിൻവലിച്ച UK മരുന്ന് കമ്പനി ആസ്ട്രാസെനക്കയാണ്. പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുമെന്ന വെളിപ്പെടുത്തലിന് പിന്നാലെ കോവിഡ് വാക്സിൻ കോവിഷീൽഡ് പിൻവലിച്ച UK മരുന്ന് കമ്പനി. അപ്പോൾ പാർശ്വഫലങ്ങൾ ഉണ്ടാകുന്നുവെന്ന വെളിപ്പെടുത്തലിന് പിന്നാലെ കോവിഡ് വാക്സിൻ കോവിഷീൽഡ് പിൻവലിച്ച UK മരുന്ന് കമ്പനി ഏതാണ്? ആസ്ട്രാസെനക്കയാണ്. ഇന്ത്യയിൽ കോവിഷീൽഡ് നിർമ്മിച്ചിരുന്നത് സെറം ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ലോകത്തിലെ ആദ്യത്തെ വ്യക്തിഗത സ്കിൻ ക്യാൻസർ വാക്സിൻ പരീക്ഷിച്ച രാജ്യം ബ്രിട്ടൻ. ലോകത്തിലെ ആദ്യത്തെ വ്യക്തിഗത സ്കിൻ ക്യാൻസർ വാക്സിൻ പരീക്ഷിച്ച രാജ്യം ഏതാണ്? ബ്രിട്ടനാണ് ലോകത്തിലെ ആദ്യത്തെ വ്യക്തിഗത സ്കിൻ ക്യാൻസർ വാക്സിൻ പരീക്ഷിച്ച രാജ്യം. ലോകത്തെ ആദ്യത്തെ സ്കിൻ ക്യാൻസർ വാക്സിൻ ഏതാണ്? mRNA 4157 ആണ് ലോകത്തിലെ ആദ്യത്തെ സ്കിൻ ക്യാൻസർ വാക്സിൻ. അപ്പോൾ mRNA 4157 ആണ് ലോകത്തെ ആദ്യത്തെ സ്കിൻ ക്യാൻസർ വാക്സിൻ. 2024 മെയ്യിൽ ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ TK003 എന്ന വാക്സിൻ ഏത് രോഗത്തിനുള്ളതാണ്? ഡെങ്കിപ്പനി. അപ്പോൾ 2024 മെയ്യിൽ ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ TK003 എന്ന വാക്സിൻ ഏത് രോഗത്തിനുള്ളതാണ്? ഡെങ്കിപ്പനിക്കുള്ള വാക്സിനാണ് TK003. 2024 മെയ്യിൽ ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ TK003 എന്ന വാക്സിൻ ഏത് രോഗത്തിനുള്ളതാണ്? ഡെങ്കിപ്പനി. ജാപ്പനീസ് മരുന്ന് നിർമ്മാതാക്കളാണ് ഇത് കണ്ടുപിടിച്ചത്.
പൗരന്മാരുടെ ആരോഗ്യ ഇൻഷുറൻസ് പോളിസി പ്രായപരിധി ഒഴിവാക്കി ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. അപ്പോൾ പൗരന്മാരുടെ ആരോഗ്യ ഇൻഷുറൻസ് പോളിസി പ്രായപരിധി ഒഴിവാക്കിയതാരാണ്? ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. നിലവിലെ നിയമപ്രകാരം 65 വയസ്സിന് മുകളിലുള്ളവർക്ക് ആരോഗ്യ ഇൻഷുറൻസിന് നിയന്ത്രണം ഉണ്ടായിരുന്നു. ആളുകൾക്കിടയിലെ സാമൂഹിക അടുപ്പം വർദ്ധിപ്പിക്കുന്നതിനുള്ള വഴികൾക്ക് രൂപം നൽകാനായി ലോകാരോഗ്യ സംഘടന രൂപീകരിച്ച കമ്മീഷന്റെ അധ്യക്ഷനാണ് ഡോക്ടർ വിവേക് മൂർത്തി. അപ്പോൾ ഡോക്ടർ വിവേക് മൂർത്തി ആരാണ്? ആളുകൾക്കിടയിലെ സാമൂഹിക അടുപ്പം വർദ്ധിപ്പിക്കുന്നതിനുള്ള വഴികൾക്ക് രൂപം നൽകാനായി ലോകാരോഗ്യ സംഘടന രൂപീകരിച്ച കമ്മീഷന്റെ അധ്യക്ഷനാണ് ഡോക്ടർ വിവേക് മൂർത്തി. അപ്പോൾ ആളുകൾക്കിടയിലെ സാമൂഹിക അടുപ്പം വർദ്ധിപ്പിക്കുന്നതിനുള്ള വഴികൾക്ക് രൂപം നൽകാനായി ലോകാരോഗ്യ സംഘടന രൂപീകരിച്ച കമ്മീഷന്റെ അധ്യക്ഷനാണ് ഡോക്ടർ വിവേക് മൂർത്തി. മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനം. മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനം. 2024 പ്രമേയം അതെ, നമുക്ക് TB അവസാനിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനം. 2024 പ്രമേയം അതെ, നമുക്ക് TB അവസാനിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, പൊതുജനാരോഗ്യം എന്ന ടോപ്പിക്കിലെ ഒന്നാമത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കുക. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി കാണും വരയ്ക്കും ഗുഡ് ബൈ.